നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭീകരവാദത്തിന് ലോകത്ത് സ്ഥാനമില്ല. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന് ലോകത്ത് സ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സംഘർഷം ഒഴിവാക്കേണ്ടതും ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കേണ്ടതും അനിവാര്യമാണെന്ന് മോദി പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തിയത്. കേരളത്തെ വീണ്ടും തഴഞ്ഞു. കേന്ദ്രത്തിന്റെ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളമില്ല. കേരളത്തോട് വീണ്ടും കേന്ദ്രത്തിന്റെ അവഗണന. കേന്ദ്രത്തിന്റെ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളമില്ല. 3 സംസ്ഥാനങ്ങൾക്കുള്ള പ്രളയ സഹായമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. കോടിയേരി ജനഹൃദയങ്ങളിലെ അണയാത്ത ഓർമ്മ. വിയോഗത്തിന് 2 ആണ്ട്. CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 ആണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധികൾ CPIMനെ അടിമുടി ഉലയ്ക്കുമ്പോൾ കോടിയേരിയുടെ രാഷ്ട്രീയ പ്രസക്തി ഓർമ്മകളിൽ നിറയുന്നു. കോടിയേരിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത ഇനിയും മറികടക്കുവാൻ കുടുംബത്തിന് മാത്രമല്ല CPIMനും ആയിട്ടില്ല. കർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്കിറങ്ങിയ നയതന്ത്രജ്ഞതയുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി. അൻവറിനോടുള്ള രാഷ്ട്രീയ വൈര്യം മുഖ്യമന്ത്രി മലപ്പുറത്തോട് തീർക്കരുത്. രമേശ് ചെന്നിത്തല. PV അൻവറിനോടുള്ള രാഷ്ട്രീയ വൈര്യം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. അൻവറുമായുള്ള കൂട്ടുകച്ചവടം പൊളിഞ്ഞതിന്റെ രാഷ്ട്രീയ പക മനസ്സിലാക്കാം. പക്ഷേ അക്കാര്യത്തിൽ മലപ്പുറം ജില്ല എന്തു പിഴച്ചു? ഒരു MLAയുമായുള്ള രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ഒരു ജില്ലയെ മൊത്തം അടച്ചാക്ഷേപിക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന് കവചമായി ഇന്ന് അപകട സൈറൺ മുഴങ്ങും. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഇന്ന് അപകട സൈറൺ മുഴങ്ങും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുള്ള 91 മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:45 വരെ നടക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുവാനാണ് കവചം എന്ന പേരിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറണുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അവയിൽ ഫ്ളാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി.
കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെ പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ടാർഗറ്റ് തികയ്ക്കുവാൻ ഭീഷണി. ഉറക്കമില്ലാതായിട്ട് 45 ദിവസം. ജോലി സമ്മർദ്ദത്തിന് പിന്നാലെ മരണം വരിച്ച് ഉദ്യോഗസ്ഥൻ. കടുത്ത ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ പീഡനവും കാരണം ഉത്തർപ്രദേശിലെ ജാൻസിയിൽ ബജാജ് ഫിനാൻസ് ഏരിയ മാനേജറായ തരുൺ സക്സേന 34 വയസ്സ് ആത്മഹത്യ ചെയ്തു. 45 ദിവസമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് 5 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ തരുൺ വെളിപ്പെടുത്തി. ഫിനാൻസ് കമ്പനി വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. രജനീകാന്തിനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരം. സൂപ്പർ താരം രജനീകാന്തിനെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് 73-കാരനായ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ കരയുദ്ധം ആരംഭിച്ച് ഇസ്രായേൽ. സൈന്യം അതിർത്തി കടന്നു. ലെബനനിൽ കരയുദ്ധം ആരംഭിച്ച് ഇസ്രായേൽ. അതിർത്തി കടന്ന് സൈന്യം ലെബനൻ ഉള്ളിലെത്തി. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഇറാൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലെത്തുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചെലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയൊന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.